നമസ്കാരം. എൻ്റെ പേര് സുരേഷ് ബാബു. ഞാനിപ്പോൾ വന്നത് ഒരു പരിചയപ്പെടലാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യം എന്നോട് ചോദിക്കരുത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കരുത് പ്ലീസ്. ഞാൻ ഇത് തുടങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് പോലെ തന്നെ എലോൺ വിത്ത് മൈ യൂട്യൂബ് ചാനൽ എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കൊരു മുറിയിൽ താമസിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ പണി സംബന്ധമായിട്ടുള്ളതാണ് താമസിക്കുന്നത്. തനിച്ചിരുന്നപ്പോൾ ഒരുപാട് പിള്ളേരുടെ യൂട്യൂബ് വീഡിയോകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കും ഒരു ആഗ്രഹം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടാം എന്നൊരു ആഗ്രഹം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിതിനകത്ത് നിന്ന് ഒരുപാട് പൈസ സമ്പാദിക്കാമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ സമ്പാദിക്കാൻ പറ്റിയെന്നുള്ളത് എനിക്കറിയാം. കാരണം ആദ്യം നമ്മുടെ ഒരുപാട് കടമ്പകൾ നമുക്ക് അതിനകത്ത് കിടക്കണം. ഒരുപാട് കടമ്പകളുണ്ട് അതിന്. അല്ലാതെ ചുമ്മാ ഒന്നും നമുക്ക് ചാടിക്കറി പൈസ കിട്ടുക എന്നുള്ളത് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയുള്ള കാര്യം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഈ രാത്രികാലങ്ങളിലെ ഈ ഒരു വിരസത അകറ്റാനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ പെങ്ങളുടെ മകനോട്, സജീവ് എന്ന് പറഞ്ഞൊരു പെങ്ങളുടെ മകനുണ്ട് അപ്പം തൊടുപുഴയിൽ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാനിങ്ങനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിടാ ഞാനൊരു യൂട്യൂബ് ചാനലാണ്. അപ്പം അമ്മ അത് തുടങ്ങമ്മാവെന്ന് എന്നോട് പറഞ്ഞു. അവർക്കും ഒരു ചാനലുണ്ട്. അവരുടെ ഭാര്യയും വന്നുകൂടെ നടന്നൊരു ചാനലുണ്ട്. അതിൻ്റെ പേര് രസ്ന ഫാമിലി വ്ളോഗ്സ് എന്നങ്ങാണ്ട്, അത് അങ്ങനെയാണ്. അവനോട് പറഞ്ഞു അങ്ങനെ തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻട്രോ വീഡിയോകളൊക്കെ അവന് ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അവനത് കണ്ടിട്ട് കമൻറ്റൊക്കെ ചെയ്തു. കുഴപ്പമില്ല. നമ്മളൊരു കണ്ടൻറ്റ് കിട്ടാതെ നമ്മൾ ഇപ്പം ഒരുപാട് എന്താ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടൻറ്റ് കണ്ടുപിടിക്കാമെന്ന് പോലും യൂട്യൂബേഴ്സിന് പോലും അറിയാൻ മേലാത്തൊരവസ്ഥയായപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചാടിക്കറി ചെയ്തിട്ട് ഒരു ഇതുണ്ടല്ലോ. അപ്പം അതിനോട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്ത് നമ്മളൊന്ന് പരിചയപ്പെടുത്ത്, ഇന്ന ആളാണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം സത്യം പറഞ്ഞാൽ വന്നത്. ഒന്ന് പരിചയപ്പെടാം. ചിലപ്പോൾ ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ചിലപ്പോൾ എൻ്റെ മുഖമൊന്നും കാണിച്ചെന്നോ കണ്ടെന്നൊന്നും വരത്തില്ല. നാളെ മുതൽ എന്താണ് വീഡിയോ ഇടേണ്ടതെന്ന് പോലും നമ്മളങ്ങനെ സെറ്റാക്കി വെച്ചിട്ടില്ല. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് ഒരുപാട് ഇമോഷൻസൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ കുറച്ചൊക്കെ താത്ത് ഒക്കെ ഒരു മയത്തിലൊക്കെ ഇടുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് ഇമോഷൻസ്, അതായത് സങ്കടം വന്നാൽ കരയും, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇതുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം പെട്ടെന്നൊരു ചെറിയൊരു പ്രശ്നം പോലും വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. എങ്കിൽ പോലും ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും ഞാൻ പെട്ടെന്ന് ഇതാവും, ഡൗൺ ആയിപ്പോകും. അതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഈ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ കുറച്ച് മയത്തിലൊക്കെ ഇട്ട് എന്നെ സഹകരിക്കുന്നു കേട്ടോ. ഇത് പറയുമ്പോൾ ഓർക്കും, നമ്മൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതല്ലെങ്കിൽ ചിലപ്പം നെഗറ്റീവ് കമൻറ്റ് വരും, എനിക്കറിയാം. പക്ഷേങ്കിൽ അതൊരു അഡ്വൈസായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്കത് ഫീൽ ചെയ്യും. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്ക് വേറെ വല്ല പണിക്കും പോകത്തില്ലേ, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ വെച്ചാൽ പല യൂട്യൂബേഴ്സിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇവർക്കൊന്നും പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇവർക്കൊക്കെ പണിയുണ്ടാവും. ഇത് തന്നെ ഒരു പണിയല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞൊരു ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കേസൊന്നുമല്ല. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒരുപാട് മേളിലേക്ക് പോയ യൂട്യൂബേഴ്സൊക്കെ നമ്മളത് അവർ നല്ല ക്രിയേറ്ററായിട്ടാണ് അവർ അങ്ങനെ ആയിത്തീർന്നത്. ഭാഗ്യം കൊണ്ടായവരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. വെറും ഭാഗ്യം കൊണ്ട് മാത്രമായ യൂട്യൂബേഴ്സും ഉണ്ട്. പക്ഷേ പലരുടെയും നമ്മൾ ചില നല്ല കണ്ടൻറ്റുകൾ കണ്ടുപിടിക്കുക, അത് നന്നായിട്ട് ഷൂട്ട് ചെയ്യുക, നന്നായിട്ട് എഡിറ്റ് ചെയ്യുക, ഇതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ്. അതിപ്പം ഞാൻ വലിയ ക്രിയേറ്ററൊന്നും അല്ല കേട്ടോ. എന്നാൽ പോലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇമോഷൻസ് കണ്ട് മനസ്സിലാക്കി നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഇന്ന് നമ്മുടെ കൂടെ കാണത്തുള്ളൂ. അല്ലാത്തൊരാളും നമ്മുടെ കൂടെ കാണത്തില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കും. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് നമ്മുടെ
ക്യാരക്ടർ പിടിക്കാത്തത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ. അപ്പം അവർ തുറന്നു പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല ശരിയായിട്ടുള്ള പ്രശ്നം. അല്ലെങ്കിൽ നേരെ ചൊവ്വേ നമുക്കത് നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെന്നും നമ്മളെ ഇഷ്ടപ്പെടും, നമ്മളെ ഇഷ്ടപ്പെടാത്തവരെ ഒരിക്കലും നമ്മളെ ഇഷ്ടപ്പെടില്ല. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.